Hi, hello guys, welcome back to Jessie Talks. എൻ്റെ ഫസ്റ്റ് വീഡിയോ ക്രോപ്പ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് എന്ന സയൻസ് ചാപ്റ്ററിന് ഒരുപാട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ആ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് ഒരു ആക്ടിവിറ്റി ആയിരുന്നു, ആക്ടിവിറ്റി 1.2. അതിൻ്റെ താഴെയുള്ള ആ പാരഗ്രാഫാണ് ഇനി എടുക്കാൻ പോകുന്നത്. Did plants in all the class grow at the same pace? Which class showed better growth of plants? In which class was the growth fastest? അപ്പോൾ നമ്മൾ എന്താണ് ആക്ടിവിറ്റി ചെയ്തിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കണം, ഇതൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്തോ എന്നുള്ളതാണ്. എന്താണ് ഡിഡ് പ്ലാന്റ്സ് ഇൻ ഓൾ ദ ക്ലാസ്സസ് ഗ്രോ അറ്റ് ദ സെയിം പേസ്? ഈ ക്ലാസ്സിൽ ഈ 3 ക്ലാസ്സിലുള്ള പ്ലാന്റ്സും ഒരേ രീതിയിലാണോ വളർന്നത്? ഏതാണ് ബെറ്ററായിട്ട് ഗ്രോത്ത് ചെയ്തത്, ഏതാണ് ഫാസ്റ്റായിട്ട് ഗ്രോത്ത് ചെയ്തത് എന്ന് നോക്കാനാണ് പറയുന്നത്. അടുത്ത പാരഗ്രാഫ്, ഫെർട്ടിലൈസേഴ്സ് ആർ കെമിക്കൽസ് വിച്ച് ആർ റിച്ച് ഇൻ എ പാർട്ടിക്കുലർ ന്യൂട്രിയൻ. ഹൗ ആർ ദ ഡിഫറെൻറ്റ് ഫ്രം manure? Fertilizers are produced in factories. Some examples of fertilizers are urea, ammonium sulfate, superphosphate, potash, NPK, nitrogen, phosphorus, potassium. ഈ പാരഗ്രാഫിൽ പറയുന്നത് ഫെർട്ടിലൈസേഴ്സും മാനുവറും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്നാണ്. ഫെർട്ടിലൈസേഴ്സ് എന്താണ്? ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാനുവറിനെ പോലെ തന്നെ പ്ലാന്റ്സിലെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന എക്സ്ട്രാ സബ്സ്റ്റൻസ് ആണ്. മാനുവർ നമുക്കറിയാം എന്താണ്, ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണെന്നുള്ളത്. അപ്പോൾ ഫെർട്ടിലൈസേഴ്സ് അങ്ങനെയല്ല. ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത് കെമിക്കൽസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അതായത് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫാക്ടറീസിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഏതൊക്കെ ഈ ഫെർട്ടിലൈസേഴ്സിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്? യൂറിയ, അമ്മോണിയം സൾഫേറ്റ്, സൂപ്പർ ഫോസ്ഫേറ്റ്, പൊട്ടാഷ്, NPK. NPK എന്ന് പറയുന്നത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ ഈ 3 കെമിക്കൽസിൻ്റെ എന്താണ് ഷോർട്ട് ഫോമാണ് NPK. The use of fertilizers has helped farmers to get better yield of crops such as wheat, paddy and maize. But excessive use of fertilizers has made the soil less fertile. Fertilizers have also become a source of water pollution. Therefore, in order to maintain the fertility of the soil, we have to substitute fertilizers with organic manure or leave the field uncultivated fallow in between 2 crops. ഫെർട്ടിലൈസേഴ്സിൻ്റെ യൂസിൻ്റെ ഹെൽപ്പ് കൊണ്ട് നമ്മൾ ക്രോപ്സ് ആയിട്ടുള്ള വീറ്റ്, പാഡി, മൈസ് ഒക്കെ നല്ല രീതിയിൽ വളരാൻ പറ്റും. അപ്പോൾ എന്താണ്, ഫെർട്ടിലൈസേഴ്സ് കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ അത് നമ്മളെ സോയിലിനെ ഫെർട്ടിലിറ്റി കുറക്കും. ഫെർട്ടിലൈസേഴ്സ് ഹസ് ആൾസോ ബിക്കം എ സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. ഈ ഫെർട്ടിലൈസേഴ്സ് വാട്ടർ പൊല്യൂഷന് ഒരു സോഴ്സാണെന്ന് പറയുന്നുണ്ട്. ഫെർട്ടിലൈസേഴ്സ് എക്സസീവായി യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും? വാട്ടർ പൊല്യൂഷൻ സംഭവിക്കും എന്ന് അവിടെ പറയുന്നത്. Therefore, in order to maintain the fertility of the soil, we have to substitute fertilizers with organic manure or leave the field uncultivated in between 2 crops. അപ്പോൾ ഈ ഒരു അവസ്ഥ, അതായത് വാട്ടർ പൊല്യൂഷൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫെർട്ടിലിറ്റി, അതായത് സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഒക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ മാനുറും കൂടെ ഈ സോയിലിൽ ഇട്ട് കൊടുത്താൽ വല്ലാണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ക്രോപ്സ് നല്ല രീതിയിൽ വളരും. The use of manure improves soil texture as well as its water retaining capacity. It replenishes the soil with nutrients. അതായത് മാനുവറിൻ്റെ എന്താ പറയുക, അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. മാനുവർ എന്ത് ചെയ്യും? വാട്ടർ റിട്ടൈനിങ് കപ്പാസിറ്റി കൂട്ടും സോയിലിൻ്റെ. അതായത് വെള്ളം വലിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി സോയിലിന് കൂട്ടുമെന്ന് പറയുന്നത്. ടു റീപ്ലെനിഷസ് ദ സോയിൽ വിത്ത് ന്യൂട്രിയൻസ്. അതെന്ത് ചെയ്യും? സോയിലിൽ കൂടുതൽ ന്യൂട്രിയൻസ് നിറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോയിലിൽ ന്യൂട്രിയൻസ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറൊരു മെത്തേഡാണ് ക്രോപ്പ് റൊട്ടേഷൻ. ക്രോപ്പ് റൊട്ടേഷൻ എന്ന് വെച്ചാൽ ക്രോപ്സ്, പലതരത്തിലുള്ള ക്രോപ്സ് അൾട്ടർനേറ്റീവായിട്ട് നമ്മൾ ഗ്രോ ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ആദ്യത്തെ തവണ പൊട്ടാറ്റോ ആണ് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം വേറെ ടൈപ്പ് പച്ചക്കറികൾ നടുക. അതായത് ആദ്യം ഇപ്പോൾ പൊട്ടാറ്റോ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലെഗ്യൂംസ് ആയിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് വേണമെങ്കിൽ കൃഷി ചെയ്യാം. അതായത് ലെഗ്യൂംസിൽ ഏതൊക്കെ പെടും? പീസ്, അതുപോലുള്ള പയർവർഗ്ഗങ്ങളൊക്കെയാണ് ലെഗ്യൂംസ് ആയിട്ടുള്ള പച്ചക്കറികളുടെ പെടുക. പണ്ട് കാലങ്ങളിൽ നോർത്തേൺ ഇന്ത്യയിലുള്ള ഫാർമേഴ്സൊക്കെ എന്ത് ചെയ്തിരുന്നു? ഇതേപോലെ ലെഗ്യൂംസ് ഫോഡറായിട്ട് ഉപയോഗിക്കും. ഒരു വർഷം ലെഗ്യൂംസ്
ഗ്രോ ചെയ്താൽ ഒരു സീസണിൽ ലെഗ്യൂംസ് ഗ്രോ ചെയ്താൽ അടുത്ത സീസണിൽ അവരെന്ത് ചെയ്യും, വീറ്റാണ് അവിടെ ഗ്രോ ചെയ്യുക. ദിസ് ഹെൽപ്ഡ് ഇൻ ദ റീപ്ലനിഷ്മെൻറ്റ് ഓഫ് ദ സോയിൽ വിത്ത് നൈട്രജൻ. ഇതെന്തിനാണ് അവർ ചെയ്തിട്ടുള്ളത്, സോയിലിൽ നൈട്രജൻ്റെ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫാമേഴ്സ് ആർ ബീങ് എൻകറേജ്ഡ് ടു അഡോപ്റ്റ് ദിസ് പ്രാക്ടീസ്. അങ്ങനെ ഫാമേഴ്സ് ഈ ഒരു പ്രാക്ടീസ് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് വന്നു. In the previous classes, you have learned about rhizobium bacteria. These are present in the nodules of roots of leguminous plants. They fix atmospheric nitrogen. അപ്പോൾ നമ്മൾ മുന്നുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് റൈസോബിയം ബാക്ടീരിയനെ കുറിച്ച്. റൈസോബിയം ബാക്ടീരിയ എവിടെയാണ് പ്രസൻറ്റ് ചെയ്യുക, റൂട്ട് നോഡ്യൂൾസ് ഓഫ് ലെഗ്യൂമിനസ് പ്ലാന്റ്സ്. അതായത് നോഡ്യൂൾസ് ഓഫ് ലെഗ്യൂമിനസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ, ലെഗ്യൂമിനസ് പ്ലാന്റ്സിന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സാമ്പിൾസ് പറഞ്ഞല്ലോ, എന്തൊക്കെയായിരുന്നു, പീ പ്ലാന്റ്സ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പീ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേര് നോക്കുമ്പോൾ അവിടെ കാണാം നമ്മൾ നൊഡ്യൂൾസ് ആയിട്ട് കുറച്ച് സംഭവങ്ങൾ ഇങ്ങനെ നൊഡ്യൂൾസ് ആയിട്ട് കാണാം. ആ നൊഡ്യൂൾസിലാണ് ഈ റൈസോബിയം ബാക്ടീരിയ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇതെന്താണ് ചെയ്യുക, അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സ് ചെയ്യും. അതായത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് കിട്ടുന്ന നൈട്രജൻ ഇത് വലിച്ചെടുക്കും എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് ഒരു ടാബിൾ കൊടുത്തിട്ടുണ്ട്. ടാബിൾ 1.1 ഡിഫറൻസ് ബിറ്റ്വീൻ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് മാനർ. ഫെർട്ടിലൈസറും മാനറും ഡിഫറൻഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഫെർട്ടിലൈസർ എന്താണ്, ഫെർട്ടിലൈസർ ഈസ് എ മാൻമൈഡ് ഇനോർഗാനിക് സാൾട്ട്. ഫെർട്ടിലൈസർ ഈസ് പ്രിപ്പയർഡ് ഇൻ ഫാക്ടറീസ്. ഫെർട്ടിലൈസർ ഡസ് നോട്ട് പ്രൊവൈഡ് എനി ഹ്യൂമസ് ടു ദ സോയിൽ. ഫെർട്ടിലൈസേഴ്സ് ആർ വെരി റിച്ച് ഇൻ പ്ലാന്റ് ന്യൂട്രിയൻസ് ലൈക്ക് നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം. അതുപോലെ തന്നെ മാനോറിനെ കുറിച്ചും പറയുന്നുണ്ട്. മാനോർ ഈസ് എ നാച്ചുറൽ സബ്സ്റ്റൻസ് ഒബ്ടൈൻഡ് ബൈ ദ ഡീകമ്പോസിഷൻ ഓഫ് കാറ്റിൽ, dung and plant residues. Manure can be prepared in the fields. Manure provides a lot of humus to the soil. Manure is relatively less rich in plant nutrients. അപ്പോൾ ഫെർട്ടിലൈസർ എന്താണ്, മാൻമൈഡ് ഇനോർഗാനിക് സോൾട്ടാണ്. നമ്മൾ നേരത്തെ ഫെർട്ടിലൈസറിനെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞല്ല, ഫെർട്ടിലൈസർ ഫാക്ടറീസിലാണ് പ്രിപ്പയർ ചെയ്യുക, അതുകൊണ്ട് അത് ഇനോർഗാനിക് ആണ് എന്നൊക്കെ. അതാണ് മാൻമൈഡ് ആണെന്ന് പറയണേ. അടുത്ത നെക്സ്റ്റ് പോയിന്റ് അതാ, ഫെർട്ടിലൈസർ ഈസ് പ്രിപ്പയർഡ് ഇൻ ഫാക്ടറീസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫാക്ടറീസിലാണ് പ്രിപ്പയർ ചെയ്യുക. ഫെർട്ടിലൈസർ ഡസ് നോട്ട് പ്രൊവൈഡ് എനി ഹ്യൂമസ് ടു ദ സോയിൽ. ഫെർട്ടിലൈസർ സോയിലിൽ ഹ്യൂമസ് ഒന്നും കണ്ടെയ്ൻ ചെയ്യില്ല. ഫെർട്ടിലൈസേഴ്സ് ആർ വെരി റിച്ച് ഇൻ പ്ലാന്റ് ന്യൂട്രിയൻസ് ലൈക്ക് നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം. ഫെർട്ടിലൈസേഴ്സിൽ എന്തൊക്കെയുണ്ട്, നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഉണ്ട്. മാനൂർ ഈസ് എ നാച്ചുറൽ സബ്സ്റ്റൻസ് ഒബ്ടൈൻഡ് ബൈ ദി ഡീകമ്പോസിഷൻ ഓഫ് കാറ്റൽ ഡങ് ആൻഡ് പ്ലാന്റ് റെസിഡ്യൂസ്. മാനൂറിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു ഡെഫിനിഷൻ പറഞ്ഞില്ല, അതേ ഡെഫിനിഷൻ തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മാനൂർ എന്താണ്, നാച്ചുറൽ സബ്സ്റ്റൻസ് ആണ്. കാറ്റൽ ഡങ്ങിൻ്റെയും പ്ലാന്റ് റെസിഡ്യൂസിൻ്റെ ഒക്കെ ഡീകമ്പോസിഷൻ വഴിയാണ് മാനൂർ ഉണ്ടാകുന്നതെന്ന്. മാനൂർ എവിടെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് അടുത്ത പോയിന്റിൽ അത് പറയുന്നത്. മാനൂർ പ്രിപ്പയർ ചെയ്യപ്പെടുന്നത് ഫീൽഡ്സിലാണ്. അതായത് ഓരോരോ ഫീൽഡ് അറിയില്ലേ, നമ്മളെ ഈ എന്താണ് കൃഷിയൊക്കെ ചെയ്യുന്ന ഫീൽഡ്, അവിടെ. മാനൂർ പ്രൊവൈഡ്സ് എ ലോട്ട് ഓഫ് ഹ്യൂമസ് ടു ദ സോയിൽ. അതായത് സോയിലിൽ കൂടുതൽ ഹ്യൂമസ് കണ്ടെയ്ൻ ചെയ്യും. മാനൂർ ഈസ് റിലേറ്റീവ്ലി ലെസ് റിച്ച് ഇൻ പ്ലാന്റ് ന്യൂട്രിയൻസ്. അപ്പോൾ ടേബിൾ 1.1 ഗീവ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഫെർട്ടിലൈസർ ആൻഡ് മാനൂർ. പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് മാനൂർ. The organic manure is considered better than fertilizers. This is because it enhances the water holding capacity of the soil. It makes the soil porous, due to which exchange of gases becomes easy. It increases the number of friendly microbes. It improves the texture of the soil. അപ്പോൾ ഇവിടെ പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് മാനൂർ അതായത് കൗഡങ്ങിൻ്റെ ഒക്കെ വളത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്നാണ്. ഫെർട്ടിലൈസേഴ്സിനേക്കാളും കൂടുതൽ ബെറ്ററായിട്ടാണ് ഈ മാനൂറിനെ കണക്കാക്കപ്പെടുന്നത്. അത് എന്തുകൊണ്ടാണ്, അതിനുള്ള 4 റീസൺസ് ആണ് ഇവിടെ പറയുന്നത്. ഇറ്റ് എൻഹാൻസസ് ദ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ. മണ്ണിനെ വെള്ളം വലിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂടും നമ്മൾ മാനർ ഉപയോഗിച്ചാൽ. ഇറ്റ് മേക്സ് ദ സോയിൽ പോറസ്, ഡ്യൂ ടു വിച്ച് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ബിക്കംസ് ഈസി. അതായത് ഗ്യാസസിൻ്റെ എക്സ്ചേഞ്ച് ഈസി ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ സോയിൽ പോറസ് ആക്കി മാറ്റും. ഇറ്റ് ഇൻക്രീസസ് ദി നമ്പർ ഓഫ് ഫ്രണ്ട്ലി മൈക്രോബ്സിൻ്റെ നമ്പർ വർദ്ധിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഇംപ്രൂവ്സ് ദ ടെക്സ്ചർ ഓഫ് ദ സോയിലിൻ്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യും. നെക്സ്റ്റ് അഗ്രികൾച്ചറൽ പ്രാക്ടീസ് ഇറിഗേഷനാണ്. ഇപ്പോൾ ഇറിഗേഷൻ മീൻസ് എന്താണ്, നമ്മൾ നനക്കൂലേ, വെള്ളം നനക്കുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്നതാണ് ഇറിഗേഷൻ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. All living beings need water to live. Water is important for proper growth and development. Water is absorbed by the plant roots. Along with water, minerals and fertilizers are also absorbed.
Plants contain nearly 90% water. Water is essential because germination of seeds does not take place under dry conditions. Nutrients dissolved in water are transported to each part of the plant. Water also protects the crop from both frost and hot air currents. To maintain the moisture of the soil for healthy crop growth, fields have to be watered regularly. അപ്പോൾ ഇറിഗേഷനെ കുറിച്ച് എന്താ പറയുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം വാട്ടർ ഭയങ്കരമായിട്ട് എസെൻഷ്യലാണ് നമ്മളുടെ ലൈഫിന് എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സീഡ്സിനും ഇത് ഈ ഒരു വാട്ടർ എന്ന് പറയുന്ന വാട്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടർ പ്ലാന്റ്സിൻ്റെ റൂട്ട്സ് ആണ് അബ്സോർബ് ചെയ്യുക. എലോങ് വിത്ത് ദി വാട്ടർ മിനറൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ആൾസോ അബ്സോർബ്ഡ്. വെള്ളത്തിൻ്റെ കൂടെ ഫെർട്ടിലൈസേഴ്സും മിനറൽസും ഒക്കെ അബ്സോർബ് ചെയ്യപ്പെടും. Plants contain nearly 90% water. Plantsലെ 90% വാട്ടർ ആണുള്ളത്. വാട്ടർ ഈസ് എസെൻഷ്യൽ ബിക്കോസ് ജെർമിനേഷൻ ഓഫ് സീഡ്സ് ഡസ് നോട്ട് ടേക്ക് പ്ലേസ് അണ്ടർ ഡ്രൈ കണ്ടീഷൻസ്. വാട്ടർ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം എന്താണ്, കൂടുതൽ എസെൻഷ്യൽ ആണെന്ന് പറയാനുള്ള കാരണം ഈ സീഡ്സ് ഒക്കെ ജെർമിനേറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വാട്ടർ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഡ്രൈ കണ്ടീഷൻസിലൊന്നും സീഡ്സ് ജെർമിനേറ്റ് ചെയ്യൂല. Nutrients dissolved in water are transported to each part of the plants. ഈ വാട്ടറിൽ ന്യൂട്രിയൻസ് ഒക്കെ ഡിസോൾവ് ചെയ്യപ്പെടും. ഈ ഡിസോൾവ് ചെയ്യപ്പെട്ട ന്യൂട്രിയൻസ് വാട്ടറിലൂടെ ഈ പ്ലാന്റ്സിൻ്റെ ഓരോ ഭാഗത്തേക്കും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു. വാട്ടർ ആൾസോ പ്രൊട്ടക്ട് ദ ക്രോപ്പ് ഫ്രം ബോത്ത് ഫ്രോസ്റ്റ് ആൻഡ് ഹോട്ട് എയർ കറൻറ്റ്സ്. അതായത് ഹോട്ട് എയർ കണ്ടീഷൻസിലൊക്കെ ഈ വാട്ടർ ഒരുപാട് ഈ പ്ലാന്റ്സിനെ സഹായിക്കും നല്ല രീതിയിൽ തഴച്ച് വളരാൻ. To maintain the moisture of the soil for healthy crop growth, fields have to be watered regularly. അതായത് മോയ്സ്ചർ ഓഫ് ദ സോയിലിൽ മോയ്സ്ചർ കൂടുതൽ കണ്ടെയ്ൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മൾ ഈ സീഡ്സൊക്കെ പാകിയിട്ടുള്ള ഫീൽഡ്സ് നമ്മളെപ്പോഴും നനച്ചുകൊണ്ടേ ഇരിക്കണം എന്നാണ് പറയുന്നത്. Next paragraph. The supply of water to crops at regular intervals is called irrigation. The time and frequency of irrigation varies from crop to crop, soil to soil, and season to season. In summer, the frequency of watering is higher. Why is it so? Could it be due to the increased rate of evaporation of water from the soil and the leaves? അതായത് ഇറിഗേഷൻ്റെ ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ സപ്ലൈ ഓഫ് വാട്ടർ ടു ക്രോപ്സ് അറ്റ് റെഗുലർ ഇൻ്റർവൽസ് ഈസ് കോൾഡ് ഇറിഗേഷൻ. അതായത് നമ്മൾ ക്രോപ്സിന് വെള്ളം ഒഴിക്കുന്ന ആ പ്രോസസ്സ്, അതായത് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ നമ്മൾ ക്രോപ്സിന് വെള്ളം ഒഴിക്കുക, ഈ ഒരു പ്രോസസ്സിനെയാണ് പറയുന്നത് ഇറിഗേഷൻ. ദ ടൈം ആൻഡ് ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ വാരീസ് ഫ്രം ക്രോപ്പ് ടു ക്രോപ്പ്, സോയിൽ ടു സോയിൽ ആൻഡ് സീസൺ ടു സീസൺ. അതായത് നമ്മൾ ഓരോ ക്രോപ്സിനും വെള്ളം ഒഴിക്കുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടാവും. അതായത് ഓരോ സീസണിൽ നമ്മൾ ഇത്ര വെള്ളം നനച്ചാൽ മതി എന്നുണ്ടാവും. ഇപ്പോൾ റെയിനി സീസൺ എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വെള്ളം നനക്കേണ്ട ആവശ്യമില്ല. അത് ആ ക്രോപ്പിന് ഡിസഡ്വാൻറ്റേജ് ചെയ്യുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചില ക്രോപ്സിന് കൂടുതൽ വെള്ളം തട്ടിയാൽ അത് ചീഞ്ഞു പോകും, ചില ക്രോപ്സിന് കൂടുതൽ വെള്ളമാവും ആവശ്യം. അപ്പോൾ നമ്മൾ ആ കണ്ടീഷൻസിനനുസരിച്ച് വേണം പെരുമാറാൻ, വെള്ളം ഒഴിക്കാൻ. ചില മണ്ണായാലും അങ്ങനെ തന്നെയാണ്. ചില മണ്ണിൽ കൂടുതൽ വാട്ടർ വലിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂടുതലുള്ള സോയിലുണ്ടാവും, കുറവുള്ള സോയിലുണ്ടാവും. അപ്പോൾ നമ്മൾ മണ്ണിനനുസരിച്ചും സീസണിനനുസരിച്ചും ക്രോപ്പിനനുസരിച്ചൊക്കെ വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ എന്നാണ് പറയുന്നത്. വൈ ഇസ് ഇറ്റ് സോ? ഇത് എന്തുകൊണ്ടാണ്? കുഡ് ഇറ്റ് ബി ഡ്യൂ ടു ദി ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് ഇവപറേഷൻ ഓഫ് വാട്ടർ ഫ്രം ദ സോയിൽ ആൻഡ് ദ ലീവ്സ്? ഇത് ഇങ്ങനെ ആവാൻ കാരണം നമ്മൾ ഇവാപ്രേഷൻ ഓഫ് വാട്ടർ, വെള്ളം ഇവാപ്രേഷനായി പോകണം, അതായത് നീരാവിയായി പോണത് കൊണ്ടാണോ, മണ്ണിൽ നിന്നും നീരാവിയായി പോണത് കൊണ്ടാണോ നമ്മൾ ഈ വാട്ടർ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ ചോദിക്കുന്നത്. നെക്സ്റ്റ് ഒരു ബോക്സ് കാണുന്നുണ്ടല്ലോ ബൂജോൻ്റെ, അതാണ് ഐ എം വെരി കെയർഫുൾ ദിസ് ഇയർ അബൌട്ട് വാട്ടറിങ് ദ പ്ലാന്റ്സ്. ലാസ്റ്റ് സമ്മർ മൈ പ്ലാന്റ്സ് ഡ്രൈഡ് അപ്പ് ആൻഡ് ഡൈഡ്. സോ ഞാൻ ഈ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഈ ചെയ്ത 2 ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് എന്നെ അറിയിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. സോ താങ്ക് യു. ഈ സെക്ഷൻ്റെ ബാക്കി ഭാഗം പാർട്ട് 3 ആയിട്ട് അടുത്ത ആഴ്ചക്കായിട്ട് എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.